ഇന്നത്തെ റെസിപ്പി ഡാർക്ക് ഫാൻറ്റസി കേക്കാണ്. നമ്മുടെ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കേക്ക്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണിത്. ഇതുപോലെ നിങ്ങൾക്കും ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ്സ് വെച്ചിട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി അറിയാമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്നത് വീഡിയോ എടുത്തിട്ട് ഒന്നുകിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്നെ ടാഗ് ചെയ്യണം. മിസ്സസ് മലബാർ തന്നെയാണ് എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയും ഇൻസ്റ്റ ഐ ഡിയും. വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിക്ക് ഒരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഡാർക്ക് ഫാൻറ്റസി കേക്കിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര നല്ലോണം മിക്സായി ഇത് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്ന വരെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് കൊക്കോ പൗഡറും മൈദയും മെഷർ ചെയ്തെടുക്കാം. 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പ് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ് മൈദപ്പൊടി വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ഇനി ഇത് നമ്മുടെ മുട്ടൻ്റെ മിക്സിലേക്ക് കുറച്ചായിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മൈദ നമ്മൾ ഈ മുട്ടൻ്റെ മിക്സിൽ ചേർക്കുന്നതിൻ്റെ മുന്നേ ഒരു 2-3 പ്രാവശ്യമൊക്കെ അരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ഇനി 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാർക്ക് ഫാൻറ്റസിൻ്റെ ബിസ്ക്കറ്റ്സ് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ബിസ്ക്കറ്റാണ് വേണ്ടത്. ഇത് ഇങ്ങനെ വെറുതെ കൈ വെച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ആദ്യം ഇതുപോലെ ഒരു റിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് നമ്മുടെ കേക്ക് ടിൻ വെക്കണം. ഇനി ഇത് കവർ ചെയ്ത് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇത് വേണമെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ചെയ്ത പോലെ ഡയറക്റ്റായിട്ട് പാനിലേക്ക് ഒഴിച്ചിട്ടും ചെയ്യാം. ഞാൻ കേക്ക് കുറച്ചൊരു ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് ടിന്നിലേക്കൊക്കെ ആക്കിയത്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. കേക്കിൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ മെല്ലെ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കുക.
ഇനി ഇതിൻ്റെ സൈഡിലും അടിഭാഗത്തൊക്കെ ഉള്ള ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയിട്ട് ഇത് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ്സ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഡാർക്ക് ഫാൻറ്റസി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിക്കണം. അതിനുശേഷം മാത്രമേ മുറിക്കാൻ പാടുള്ളൂ.
പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, ഒരു അടിപൊളി ഗിഫ്റ്റാണുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്